പ്രത്യാശയുടെ ചിറകുകൾ വിരിച്ച് പ്രത്യേക കരുതൽ അനിവാര്യമായ ഭിന്നശേഷി കുട്ടികൾക്കായി വിങ്സ് ഓഫ് ഹോപ്പ് എന്ന ജീവകാരുണ്യ പദ്ധതിക്ക് ചുവടുവെക്കാൻ ഒരുങ്ങി മാണ്ഡ്യ രൂപത. സ്പെഷ്യൽ ഏഞ്ചൽസ് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 1 ബാംഗ്ലൂർ ധർമാറാമിലെ ക്രൈസ്റ്റ് സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് ഇതിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട സംഗമം നടത്തപ്പെടും. രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് ഉദ്ഘാടനം നിർവഹിക്കും. 2025 ജൂബിലി വർഷത്തിൽ മനുഷ്യവർഗത്തെ മുഴുവൻ നവീകരിക്കുന്ന ഒരു പ്രേരകശക്തിയായി കത്തോലിക്ക സഭ മാറണമെന്ന മാർപ്പാപ്പായുടെ ആഗ്രഹം മുന്നിൽ കണ്ട് പ്രത്യേക കരുതൽ അനിവാര്യമായ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി വിങ്സ് ഓഫ് ഹോപ്പ് എന്ന ജീവകാരുണ്യ പദ്ധതി നടത്താനൊരുങ്ങുകയാണ് മാണ്ഡ്യ രൂപത. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന സാഹചര്യം പരിഗണിച്ചാണ് അഭിവന്യ പിതാവിന്റെ നേതൃത്വത്തിൽ പുതിയ ഉദ്യമത്തിന് തുടക്കം കുറിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഡിസംബർ 1 ബാംഗ്ലൂർ ധർമാറാമിലെ ക്രൈസ്റ്റ് സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്ന ആദ്യഘട്ട സംഗമത്തിന്റെ ഭാഗമാകാൻ യോഗ്യരായ രൂപതയുടെ കീഴിലെ ഇടവകകളിൽ അംഗമായിട്ടുള്ളവർക്ക് നിലവിൽ പുറത്തിറക്കിയിരിക്കുന്ന ഗൂഗിൾ ഫോം വഴി വിങ്സ് ഓഫ് ഹോപ്പിൽ പങ്കെടുക്കുവാൻ സാധിക്കുമെന്ന് സ്പെഷ്യൽ ഏഞ്ചൽസ് മിനിസ്ട്രി അറിയിച്ചു. പ്രസ്തുത ശുശ്രൂഷ സംഗമം രൂപതാധ്യക്ഷൻ മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് പിതാവ് ഉദ്ഘാടനം ചെയ്യും. ഓട്ടിസം, ഭിന്നശേഷി മുതലായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന രൂപതാ മക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആത്മീയവും മാനസികവും സാമൂഹ്യവുമായി പിന്തുണ സാധ്യമായ വഴികളിലൂടെ എല്ലാം ഭാവിയിൽ ലഭ്യമാക്കുക എന്നതാണ് ഈ കുടുംബസംഗമത്തിന്റെ ലക്ഷ്യം. ഇതിനായി സാധ്യമായ എല്ലാ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുള്ള ക്രൈസ്റ്റ് സ്പെഷ്യൽ സ്കൂളിനൊപ്പം നിംഹാൻസ്, സെന്റ് ജോൺസ്, റെന്യൂ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ സേവനം ചെയ്യുന്ന രൂപതാംഗങ്ങളായ ന്യൂറോ വിദഗ്ധരും കൈകോർക്കുന്നുണ്ട്. അതേസമയം പ്രത്യാശയുടെ ഒരു കാൽവെപ്പാണ് മാണ്ഡ്യ രൂപത നടത്തുന്നതെന്നും പഠിച്ച് പരിശോധിച്ച് സഹായിച്ച് മനസ്സിലാക്കി മുന്നേറേണ്ട ഒരു മനുഷ്യ സംരംഭമാണിതെന്നും ദൈവമാണ് നമ്മുടെ ആശ്രയമെന്നും വിശദമാക്കി അഭിവന്യ എടയന്ത്രത്ത് പിതാവ് രൂപതാ മക്കൾക്കായി ഇടയലേഖനം പുറപ്പെടുവിച്ചു. ഷിഗ്യാന ന്യൂസ്, ബംഗളൂരു.